ഇല്ല, ഇവിടെ ഇടിഞ്ഞു പോകാനോ ഇനിയൊരു ഉരുൾപൊട്ടൽ വരാനോ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്നും അല്ല അത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി മുണ്ടക്കൈ ചൂരൽമല റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് സൈറ്റ്, നിർമ്മാൺ കൺസ്ട്രക്ഷൻസ്, മലബാർ ടെക് കൺസ്ട്രക്ഷൻസ്, തപതി ആർക്കിടെക്ട്സ്, പിന്നെ അതെന്താണ് IUML കേരള സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ അല്ലേ, ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതിനൊരു സൈറ്റിൽ 2 സൈറ്റ് ഉണ്ട്, ഒരു സൈറ്റിലാണ് നിൽക്കുന്നത് അല്ലേ. നോക്കണം, ഇവിടെ നല്ല റോഡ്, അടിപൊളി റോഡ്, അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരുപാട് വീടുകൾ, നല്ല റോഡ്, ഒക്കെ നല്ല നല്ല വീടുകളാണ്, അടിപൊളി സ്ഥലം. ഒരു വീട് നമുക്കിതാ ഇവിടെ കാണാം. ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഇതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന 105 വീടുകൾ. അതിൽ കുറച്ച് വീടുകൾ ഇവിടെയാണ് നിർമ്മിക്കുന്നത്, കുറച്ച് അപ്പുറത്തൊരു സൈറ്റിലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്, വീടിൻ്റെ പ്ലാൻ ഇതാണ്. സിറ്റ് ഔട്ട് 427x150, അതാണ് അതിൻ്റെ സൈസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് 600x330, 330 6 മീറ്റർ, അങ്ങനെയാണത് കണക്ക് വരിക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കിച്ചണാണ് ഈ കാണുന്നത്. കിച്ചണ് 3 മീറ്ററും 240 ആണ്. അതുപോലെ വർക്ക് സ്പേസ് ആയിട്ട് വരുന്ന യൂട്ടിലിറ്റി 1.5 മീറ്ററും 240. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ്ങിൻ്റെ ഭാഗത്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ബെഡ്റൂം 2 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. 3 മീറ്ററും 3.30, അതായത് 10-11 ബെഡ്റൂമാണ്. പിന്നെ വരുന്നത് കോമൺ ടോയ്ലറ്റ് ആണ്, 1.97, 2 മീറ്ററാണ്. ഇവിടെ ഒരു പാസേജ് ആണ്, 2, 3, 2 മീറ്റർ പാസേജാണ് ഉള്ളത്. ഇത് വരുന്നത് കോർട്ട്യാർഡാണ്. ഭാവിയിൽ ഈ ഒരു സ്പേസിൽ വീടിന് സ്റ്റെയർ കേസ് കൊടുത്താൽ മുകളിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇത് വരുന്നത് 3 മീറ്ററും 3.48 ആണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. പാസിങ് ഏരിയയിൽ 1.63 x 1.10 ഉണ്ട്. പിന്നെ അതിലൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്, അത് 1.5 മീറ്ററും 2.25 ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ട് ബെഡ്റൂം 1 എന്ന് പറഞ്ഞിട്ട് വരുന്നത് 3 മീറ്ററും 3.10, അതായത് 10 ഫൂട്ടും 10.25 ഫൂട്ടും ഏകദേശം ഉള്ള സൈസുള്ള ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇതിൽ വരുന്നത്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്, അതേപോലെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. പിന്നെ കിച്ചണ്, വർക്ക് ഏരിയ അത് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല സൈസാണ്, 4.27, 1.20, 1.50. അപ്പോൾ ഇതാണ് സൈറ്റ്. ലത്തീഫ, എനിക്കെന്താ അഭിപ്രായം പറയാനുള്ളത്? അടുത്ത് അടിപൊളി വീടുകൾ, മലയിലും കുന്നിലും ഒന്നല്ല കൊണ്ടുപോയിട്ട് വീടുണ്ടാക്കുന്നതെന്നല്ല ഈ പറഞ്ഞതിന്റെ ഉത്തരം, ഒരർത്ഥം. റോഡ് സൈഡ്, റോഡിന്റെ 2 സൈഡിലും നല്ല നല്ല വീടുകളുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ പ്ലോട്ടിലേക്കുള്ള ഒരു റോഡാണ് ഇത് വരുന്നത്. ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട അതിരിക്കുന്ന നല്ല വീട് ലെഫ്റ്റ് സൈഡില്. ഇവിടെ നല്ല ഇതൊക്കെ ഈ തൊട്ട അതിരിലുള്ള വീടുകളാണ്, കണ്ടല്ലേ. മലയിലും കുന്നിലും ഒന്നല്ല, മുസ്ലിം ലീഗ് എല്ലാവർക്കും താമസ യോഗ്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. 105 വീടുകളിൽ ഇവിടെ എത്ര വീടുകൾ വരുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. എന്നാലും അടുത്ത പ്ലോട്ടിലും അതേപോലെ തന്നെ സ്പേസ് ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഓരോ പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് ഉണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതായത് പ്ലോട്ട് തിരിച്ചതിന് ശേഷം വീടിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെന്ന് പറയുകയാണെങ്കിൽ നല്ല വ്യൂ ആണ് അല്ലേ? അടിപൊളി. വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മല, അടിപൊളി മല. ഇതാ ഇവിടെ വീടിനുള്ള ഫൗണ്ടേഷനുള്ള ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫൗണ്ടേഷനുള്ള പിന്നെ ഫൗണ്ടേഷൻ ഇടാനുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. കയറ്റെന്ന് പറയാനൊന്നുമില്ല, നമ്മൾ പിന്നെ കുറേ കാലമായിട്ട് വല്ലാതെ നടത്തില്ലാത്തതുകൊണ്ട് കിതയ്ക്കുന്നതാണ്. നോക്കണ്ട, മുട്ടിൽ മേപ്പാടി റൂട്ടിലാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. എല്ലാ ഭാഗവും ഇങ്ങനെ ഓരോ പ്ലോട്ടായിട്ട് അതിലേക്കൊക്കെ വഴികൾ, റോഡുകൾ കൊടുത്തുകൊണ്ടുള്ള പ്ലോട്ടുകളാണ് ഇതുള്ളത് എല്ലാത്തിലേക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗത ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയതാണ്. ഇത്ര ഹൈറ്റിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്ലോട്ട് 8 സെൻറ്റിലാണ് ഓരോ വീടുകളും. 8 സെൻറ്റിലാണ് ഓരോ വീടും ഇവിടെ ഉണ്ടാക്കുന്നത്. 8 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂമുള്ള വീടുകളും. എങ്ങനെയുണ്ട് പ്ലോട്ട്? ഒരു അടിപൊളി. പിന്നെ സൈറ്റൊക്കെ പോയിട്ട് നോക്കിയിട്ട് വീടൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുപാട് ബ്രോക്കർ പരിപാടികളൊക്കെ ഉള്ള ആളല്ലേ? എന്താണ് അഭിപ്രായം? ഒരാൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണെങ്കിൽ ഷെയറായിട്ട് എന്താ വെച്ചാൽ അത്രയും സൗകര്യമുള്ള സ്ഥലത്ത് ആർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഒറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വീടിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് നൽകാൻ കഴിയട്ടെ. നമുക്കറിയാമല്ലോ, ഓരോരോ ആളുകളും കൊടുക്കാൻ ഒട്ടനവധി ആളുകൾ വീടുകളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഇത്രയും കാലമായിട്ട് വീടുകളൊന്നും ശരിയായിട്ടില്ല. നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളൊക്കെ ഏക ആശ്രമമായിരിക്കും അല്ല ഒരു വീട് എന്നുള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനസികമായ ഒരു മനുഷ്യരായി നമുക്ക് ചെയ്യാനുള്ളത്. അത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏറ്റെടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. കാണാൻ കഴിഞ്ഞതൊരു 100 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചാണ് നമ്മളിവിടെ എത്തിയത്, ഇത് കാണാനുള്ള ഒരാഗ്രഹം കൊണ്ട്. അപ്പോൾ അതിൻ്റെ അർഹരായ കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് പണി പൂർത്തീകരിച്ച് നൽകാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കോൺട്രാക്ട് വർക്കൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ കോൺട്രാക്ട് വർക്കൊക്കെ എടുത്തിട്ട് ഒരുപാട് കാലം നടന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത്ര നല്ലൊരു സ്ഥലം, പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ, വാഹന സൗകര്യങ്ങൾ കണ്ട മുക്കിലൊന്നല്ല, വാഹന സൗകര്യങ്ങളുള്ള മുട്ടിലേക്കും അതുപോലെ തന്നെ മേപ്പാടിയിലേക്കും കണക്ട് ചെയ്യുന്ന റോഡാണിത്. 2 വഴിക്ക് നമ്മൾ പോയാലും നമുക്ക് അടുത്ത് തന്നെയാണ് ബൈപ്പാസുകൾ വരുന്നത്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുന്ന ഈ റോഡിൽ ഇങ്ങനത്തെ ഈ ഒരു സൗകര്യത്തിൽ റോഡാണ് നമ്മൾ പിറകിൽ കാണുന്നത്. ആ ഒരു പച്ച കളറിലുള്ള വീട്, അതുപോലെ തന്നെ അതിനപ്പുറത്തൊക്കെ വീടുകൾ കാണുന്നത്, അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും റോഡാണ് ആ കാണുന്നത്. ഇത്രയും നല്ല സൗകര്യമുള്ള സ്ഥലത്താണ് മുസ്ലിം ലീഗ് പാർട്ടി വീടുണ്ടാക്കി കൊടുക്കുന്നത്. വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട്. ഇതിനെത്ര വില മതിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വില കൂടി എന്നൊക്കെയാണ് പലരും അഭിപ്രായം പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വില കൂടുതലൊന്നുമില്ല. കാരണം ഇത്രയും നല്ലൊരു സൗകര്യം, എല്ലാ സൗകര്യങ്ങളുള്ള യാത്രാ സൗകര്യം, അതേപോലെ പിന്നെ വെള്ളത്തിനോ മറ്റുള്ളൊരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൗകര്യത്തിൽ ഒരു സ്ഥലം കിട്ടാന്ന് പറയുകയാണെങ്കിൽ അതൊരു വില അധികമല്ല ഒരിക്കലും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ വന്നിട്ട് ഈ പ്ലോട്ടിൽ വന്നിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത്. ഇത് കുന്നും മലയൊന്നുമല്ല, ചെറിയ വളരെ സ്ലോപ്പായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ഥലം. ഇവിടെ വീടുണ്ടാക്കിയിട്ട് താമസിക്കാൻ വരുന്ന ആർക്കും ഒരു ഉപദ്രവമോ ഒരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്ലേസ്. സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, എന്നാലും ഒരുപാട് വീടുകളൊക്കെ ഈ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഈ വരുന്ന ഈ വഴിക്കുള്ള ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലോട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു പ്ലോട്ട് ഞങ്ങൾ മുട്ടിൽ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. മുട്ടിൽ നിന്നും 6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലത്ത് എത്തുക. അപ്പോൾ മുട്ടിൽ വഴിയാണ് വന്നത്. അപ്പം വരുമ്പോൾ ആദ്യം വേറൊരു പ്ലോട്ടാണ്. അവിടെ വർക്ക് നടന്ന് തുടങ്ങിയിട്ടില്ല, അവിടെ ഇങ്ങനെ പിന്നെ ചെറിയ രീതിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലോട്ടൊന്ന് കണ്ടുവരാം. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം, ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിലേക്കായിട്ടും സ്ഥലമുണ്ട്. ഇത് അവിടേക്കും വരാനുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അവിടേക്ക് വർക്ക് സ്റ്റാർട്ടായിട്ടില്ല.
ഇനി നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് നമ്മൾ അടുത്ത സൈറ്റിലേക്ക് ഇതേ വർക്കിന്റെ ഇതേ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള അടുത്ത സൈറ്റിലേക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. സൗണ്ട് കേൾക്കോ എന്നുള്ളത് അറിയൂല, കാരണം എന്താന്ന് വെച്ചാണെങ്കിൽ മൈക്കില്ലാതെ എടുക്കുന്നതാണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പോകുന്നുണ്ട്, അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇതാ രണ്ട് ഭാഗത്തും അടിപൊളി സ്ഥലങ്ങളാണ്. അടിപൊളി വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പോ ഇത് അവിടെ ഒരു ചെറിയൊരു പാലം, ഈ ഒരു പാലം കഴിഞ്ഞാല് ഇതാ ചെറിയ വെള്ളച്ചാട്ടമൊന്നല്ല, ചെറിയൊരു ചാല് ഇതിലെ ഒഴുകുന്നുണ്ട്. അപ്പൊ ഇതാ ഈ ഒരു പാലം കഴിഞ്ഞിട്ട് ഇതാ ഈ കാറ് പോകുന്നതിന്റെ തൊട്ട് പിറകിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മളെ ബോർഡ് കാണാം. അടുത്ത സൈറ്റിന്റെ ബോർഡാണിത്. അടുത്ത സൈറ്റിലേക്കുള്ള ബോർഡ് ഇതാ മുണ്ടക്കൈ ചുരൽമല പ്രൊജക്ട് സൈറ്റാണ്. അപ്പോൾ ഇവിടെ വർക്കിന്റെ ചെറിയ ഘട്ടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം റോഡ്, വലിയ ദൂരമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ടാണ് ലത്തീഫ്. അപ്പോൾ അതേ റോഡിന്റെ നേരെ ഇവിടെ നമുക്ക് ഇതാ വീടിന്റെ ഫോട്ടോ കാണാൻ പറ്റും. വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ആണിത്. വളരെ കൃത്യമായിട്ട് തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള വീടിനെ 3 ബെഡ്റൂമുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടുകൾ തന്നെയാണ് ഇവിടെ നിർമ്മിക്കപ്പെടാൻ പോകുന്നത്. ഇതാ അതിൻ്റെ വീടുണ്ടാക്കുന്നതിനൊരു സൈറ്റ് മാപ്പ് തന്നെ ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി മുണ്ടക്കൈ ചുരൽമല റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് സൈറ്റ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാണുന്നതൊക്കെ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. റോഡിന്റെ തൊട്ടടുത്ത് ഇവിടെ പിന്നെ തീരെ കയറ്റങ്ങളൊന്നും കാണുന്നില്ല, നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സൈറ്റിലെത്തി. മുണ്ടക്കൈ ചുരൽമലന്റെ ഭാഗമായിട്ട് വീടുകൾ നിർമ്മിക്കുന്ന 105 വീടുകൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സൈറ്റിലെത്തിയിട്ടുണ്ട്. സൈറ്റിന്റെ ഭാഗമാണ് എൻ്റെ പിറകിൽ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നത് റോഡാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതാ റോഡ്. അപ്പോൾ ഇനി മുണ്ടക്കൈ ചുരൽമലൻ്റെ ആ ഒരു ഭാഗമായിട്ട് അതിന് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് നിർമ്മിച്ച് നൽകുന്ന വീടുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണം നടത്തുവാനും അർഹരായിട്ടുള്ള അവരുടെ കൈകളിലേക്ക് എത്തിക്കുവാനും എല്ലാം സാധിക്കട്ടെ. ഈ ഒരു സംരംഭത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും നിർവഹിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ വാങ്ങുകയാണ്. ഇനി ഉദ്ഘാടനത്തിന് മുൻപായിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓരോ വർക്ക് നടക്കുന്ന ഓരോ ഘട്ടങ്ങളിലും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. വളരെ മോശമായിട്ട് ഇതിനെ പറ്റിയിട്ട്, ഈ പ്രൊജക്റ്റിനെ പറ്റിയിട്ടും ഇതിനെ തടയാൻ വേണ്ടിയിട്ടൊക്കെ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ആ തടസ്സങ്ങളെല്ലാം നീങ്ങും, കാർമേഘം മാറും, മാനം തെളിയും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ. നന്ദി.